അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഹറാജ് ദിവസം നോമ്പ് തുറക്കാനായി ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇനി ഉണ്ടാക്കി തുടങ്ങുന്നതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 സവോള ചെറുതായി കട്ട് ചെയ്തതും, ഒരു തക്കാളി കട്ട് ചെയ്തതും, 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് കാബേജ് ചെറുതായി മുറിച്ചതും 2 ക്യാരറ്റ് ചീകിയതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് പൊടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഈ പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അന്നത്തെ ദിവസം പത്തിരിയും ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ. ആ കറിയാണ് ഞാൻ കാണിച്ചത്. പത്തിരിയും കറിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയും കറിയും എപ്പോഴും കാണിക്കുന്നതാണല്ലോ. ഇനി ബ്രെഡ് പോള ഉണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിന് ശേഷം 1/4 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ പോള ഉണ്ടാക്കാൻ വെക്കുന്നത് ആ പാത്രം ഒന്ന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. ഇനി ഓരോ ബ്രെഡും ഈ പാലിൽ മുക്കി നമുക്ക് ഈ പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും ഞാൻ മുറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. പോളക്കാവുമ്പോൾ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നതല്ലേ നല്ലത്. ഈ വീഡിയോ മെഹറാജിൻ്റെ അന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ബ്രെഡ് പോളൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ രീതി നിങ്ങൾക്കുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ബ്രെഡ് ഫുള്ളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായി മസാല നിരത്തി വെച്ച് വീണ്ടും ഇതുപോലെ തന്നെ ബ്രെഡ് പാലിൽ മുക്കി വെച്ച് കൊടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പണ്ട് മുതലേ നമ്മളെ ഉമ്മമാരൊക്കെ ഉള്ള സമയത്ത് ശീലിച്ച് വന്നതാണല്ലോ മുഹറം 10-ന്, അതുപോലെ തന്നെ മെഹറാജിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. ആ പാതയാണ് ഇപ്പോൾ നമ്മളിപ്പോഴും പിന്തുടർന്ന് പോകുന്നത്. ഫുള്ളും വെക്കുന്ന സമയത്ത് എൻ്റെ പാല് തീർന്നു പോയിട്ടാണ്. പിന്നെ ഞാൻ പാലും മുട്ടയും കൂടെ വീണ്ടും അടിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കി ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഫ്ലെയിം ഓണാക്കി സിമ്മിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ ചുവട്ട് പഴയ ഒരു തവിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് 2 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.